ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം ഇത് എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു ദർശനം മാത്രമാണ് കേട്ടോ, പ്രത്യക്ഷീകരണമൊന്നുമല്ല. ഇന്നലെ പരിശുദ്ധ അമ്മയുടെ മരണദിവസമാണെന്ന് അഗ്രതയിലെ മേരിക്ക് കൊടുത്ത ആ വെളിപ്പെടുത്തലുകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓഗസ്റ്റ് 13 ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ഈ മരണം, പരിശുദ്ധ അമ്മയുടെ മരണം, ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്ന സമയം എന്നാണ് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട മേരിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കൂട്ടായ്മ സാധാരണ ഓഗസ്റ്റ് എല്ലാ 13 റോസ മിസ്റ്റിക ഡേ ആയിട്ട് ഇവിടെ പ്രാർത്ഥനയുണ്ട്, ഒരു കൊച്ചു പ്രാർത്ഥന. 4-5 ആൾ ഞങ്ങൾ അത്രയും റോസ മിസ്റ്റിക്ക മഹാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 5-6 പേര് കൂടി പ്രാർത്ഥിക്കും 13 എല്ലാ 13. അത് 12 വർഷമായി നമ്മൾ 13 വർഷത്തോളമായി മുടക്കിയിട്ടില്ല. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അന്ന് തന്നെയാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ 13 വരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പേർക്ക് തിരക്കുള്ളതുകൊണ്ട് 11 മണിക്ക് വന്ന് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് 1 മണി തൊട്ട് 3 മണി വരെ പരിശുദ്ധ അമ്മ മരിക്കുന്ന സമയമെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത്, അത് നമ്മൾ വിശ്വസിച്ചിട്ട് 3 മണി വരെ അമ്മയുടെ ആ കല്ലറി, അമ്മയുടെ ആ ശവമഞ്ചത്തിൽ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങായിരുന്നു. അപ്പോൾ റോസ മിസ്റ്റിക്കയുടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരക്കുള്ളവരൊക്കെ പോയി. പിന്നീട് ഒരു 6-7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജപം, നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥന, 15 നോമ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ പറഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായ ഒരു ദർശനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് വീഡിയോ എടുക്കാൻ എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥന വീഡിയോ എടുത്ത് തരുമോ എന്ന്. ഞാൻ നല്ല പനിയാണ് ഇപ്പോൾ, നല്ല നീരുവീഴ്ചയും പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഔസപിതാവിൻ്റെ വേലുപ്പാടത്ത് പോയപ്പിന്നെയാണ് ഇൻഫെക്ഷൻ കിട്ടിയത്. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ നല്ല പനി, നല്ല കോൾഡായിട്ടിരിക്കുകയാണ്. ഇന്നലെ കിടക്കായിരുന്നു സത്യത്തിൽ. എന്നിട്ട് ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു. ഞാൻ എല്ലാവരും ഇങ്ങനെ, എനിക്ക് നിലത്തിരിക്കാൻ പറ്റണില്ല, ഞാൻ സോഫയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2:45 സമയമൊക്കെ ആയിട്ടുണ്ടാവും. പ്രിയ കൂട്ടുകാർ, കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ദർശനം കണ്ടു. ഇന്ന് വരെ അങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട കാര്യം, എൻ്റെ ഉമ്മറത്ത് നിന്ന് ഒരു മൊബൈൽ മോർച്ചറി, നമ്മൾ ശവശരീരങ്ങളൊക്കെ 1-2 ദിവസം വയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചില്ലുള്ള ആ മൊബൈൽ ശവമഞ്ചുണ്ടല്ലോ, ആ ശവമഞ്ച് ഇങ്ങനെ വരികയാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക്. അപ്പം ഞാനതിന് മൊബൈൽ മോർച്ചറി എന്നാണ് പറയുന്നത്, മൊബൈൽ ശവമഞ്ചം ആയിരിക്കും അതിൻ്റെ പേര്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ മരിച്ചപ്പോൾ അങ്ങനെയാണ് കെടുത്തിയിട്ടുള്ളത്. കാരണം കുറച്ച് അധികം സമയം വെക്കേണ്ട ഉണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഈ മൊബൈൽ ശവമഞ്ചം മോർച്ചറി ഇങ്ങനെ വരികയാണ്. ഞങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കണ്ടു പരിശുദ്ധ അമ്മയെ ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ മാതാവ് കിടന്നിട്ട് അമ്മയാണ് അതിൽ കിടക്കുന്നത്. അമ്മയുടെ വസ്ത്രം, ഞാൻ എപ്പോഴും അമ്മേനെ ഭാവനയിൽ കാണുന്നത് നീലയാണ്, വെള്ളയും നീലയും വസ്ത്രം ഇട്ടിട്ടേ ഞാൻ അമ്മേനെ കാണുള്ളൂ. കാരണം നീലയാണല്ലോ അമ്മയുടെ ഡ്രസ്സ്. അങ്ങനെ ഞാൻ മനസ്സിൽ കാണുന്നത്, ദർശനമല്ല, ഞാൻ അങ്ങനെ കാണാറ്. പക്ഷേ ഇത് ദർശനമാണ്. ഇത് ഞാൻ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്തൊരു സൗന്ദര്യവതിയായിട്ട് അമ്മ കിടക്കുന്നത്. അമ്മ ഇട്ടിട്ടുള്ള അമ്മ ഉടുപ്പ് ഇട്ടിട്ടുള്ളത് ചുമപ്പ് കളറുള്ള ഉടുപ്പും നീല മേൽവസ്ത്രമാണ്. അങ്ങനെ തലയൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് അമ്മ കിടക്കണേ സുന്ദരിയായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ് പരിശുദ്ധ അമ്മോട്,
നമ്മൾ മനസ്സിൽ അമ്മേനെ കാണുന്നുണ്ട്, അത് വേറൊരു രൂപമാണല്ലോ മാതാവിൻ്റെ. ഇതിപ്പോൾ ദർശനത്തിൽ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ചുമപ്പ് ഉടുപ്പും നീലതൊക്കെ ഇട്ടിട്ടാണല്ലോ വരണത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ മൊബൈൽ ശവമഞ്ചത്തിൽ വരണത്? ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഓരോ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, ഇപ്പം അമ്മ മൊബൈൽ മോർച്ചറിയിലേക്കാണ് ദർശനം തരണത്. അമ്മയുടെ കാലത്ത് ഈ മൊബൈൽ ശവമഞ്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താ ഇപ്പം ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പം അമ്മ മാതാവ് എന്നോട് പറഞ്ഞ കാര്യമാണ്, മോളെ, ഞാൻ ജീവിച്ച കാലത്തിലല്ലല്ലോ നീ ജീവിക്കുന്നത്. നീ ഇപ്പം ജീവിക്കുന്ന കാലത്തിൽ ഇങ്ങനെയല്ലേ, മൊബൈൽ ശവമഞ്ചത്തിലല്ലേ. കുറച്ച് നേരം അധികം കിടത്തണമെങ്കിൽ മൊബൈൽ ശവമഞ്ചത്തിലല്ലേ കിടത്താറ്. അപ്പം തന്നെ പറഞ്ഞു, നിൻ്റെ അമ്മേനെ ഇങ്ങനെയല്ലേ കിടത്തിയത്. അപ്പം ഞാൻ അത് ശരി, എൻ്റെ അമ്മ ഈ കാലഘട്ടത്തിലുള്ളതല്ലേ, നീ പരിശുദ്ധ അമ്മയല്ലേ, നീ അന്നത്തെ കാലത്തല്ലേ മരിച്ചത്, അപ്പം എനിക്കൊരു ശവമഞ്ചം കാണിച്ചു തന്നാൽ മതിയായിരുന്നല്ലോ. അപ്പം അമ്മ മാതാവ് പറഞ്ഞു, നിൻ്റെ കാലത്തിലേക്ക് വെച്ചാൽ ഞാനിത് കാണിച്ചു തരുന്നത്. മാത്രമല്ല, എൻ്റെ ആത്മാവ് ഇന്ന് ഈ 3 മണി സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും പോയി എന്നത് ആലോചിച്ചിട്ടാണല്ലോ നീ പറഞ്ഞല്ലോ നമുക്ക് അമ്മയുടെ ശവമഞ്ചത്തിൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ നീ നിൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഇപ്പം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ശവമഞ്ചം നിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഇന്ന് ഈ ശവമഞ്ചത്തിൽ നിന്ന് എൻ്റെ ആത്മാവേ പോകുന്നുള്ളൂ. എൻ്റെ ബോഡി ഇനിയും 2 ദിവസം കൂടി ഇവിടെ, 3-ാം ദിവസം തന്നെയാണ് ഞാനും സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടാനിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും ഞാനിങ്ങനെ പറയും, അന്ന് ഓഗസ്റ്റ് 13 വെള്ളിയാഴ്ചയായിരുന്നു, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, പോട്ടെ, ഇന്ന് തന്നെയാണല്ലേ അമ്മ മരിച്ചത്, ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്നൊരു ചോദ്യം അവസാനം ചോദിക്കും. കാരണം അതങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ അമ്മ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. അമ്മ പറഞ്ഞു, ഇന്ന് നിൻ്റെ മുമ്പിൽ ഞാനിത് നിനക്ക് കാണിച്ചു തന്നത് നിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഈ മൊബൈൽ ശവമഞ്ചം വേണം, കാരണം 3-ാം ദിവസം ഞാനിവിടുന്ന് പോകുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇത് കേട്ട ഉടനെ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും മാപ്പ് ചോദിച്ചു. എന്നിട്ട് ഞാൻ മാതാവ്, എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, മരിച്ചിട്ട് എന്താ സ്വർഗാരോപണം പിന്നെയല്ലേ വരണേ. അപ്പോൾ ക്ലിയറാക്കി തന്നു പരിശുദ്ധ അമ്മ. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നോക്കി, മാതാവ് ഇവിടെ ഇപ്പോൾ ദേ ശവമഞ്ചത്തിൽ വന്ന് കിടക്കുകയാണ് നമ്മുടെ അടുത്ത്. ഇങ്ങനെയാണ് അമ്മയുടെ ഡ്രസ്സ് കാണുന്നത്. മാത്രമല്ല, ആ ശവമഞ്ചത്തിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുമ്പോൾ. എന്നിട്ട് വീട്ടിലെത്തി ഞങ്ങളുടെ മുമ്പിൽ ശവമഞ്ചം എത്തിയപ്പോൾ മുതൽ റോസാ പുഷ്പങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്ന് വീഴുന്നുണ്ട് ആ മഞ്ചേരുള്ളിൽ. അപ്പം ഞാൻ ചോദിച്ചത്, എങ്ങനെ ഈ റോസാ പുഷ്പങ്ങൾ വന്ന് വീഴുന്നത്? അപ്പം അമ്മ പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ഓരോ റോസാ പുഷ്പങ്ങളായി എൻ്റെ മഞ്ചത്തിൽ വന്ന് വീഴുന്നതാണ് ഞാൻ നിനക്ക് കാണിച്ചു തരണേ എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഭയങ്കര നീരുവീഴ്ച പനി, ഇപ്പോഴും നീരുവീഴ്ച ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് വരെ അങ്ങനെ നീരുവീഴ്ച പനി വന്നിട്ട് കണ്ണീന്ന് വെള്ളം വന്നിട്ടില്ല. ഈ മൂക്കീന്ന് വെള്ളം വരാമെന്നല്ലാതെ കണ്ണീന്ന് വെള്ളം വന്നിട്ടില്ല. ഇത് ഞാനവിടെ ഇരുന്നപ്പോൾ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വീഴാം. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, ചേച്ചിക്ക് ഭയങ്കര നീരുവീഴ്ച ഉണ്ടല്ലേ എന്നാണ്. ഞാൻ നീരുവീഴ്ചയും പനിയൊക്കെ ഉണ്ട്, ഇന്നലെ കിട്ടിയതാണ്, പക്ഷെ എൻ്റെ ഇങ്ങനെ വെള്ളം വീഴണേ. ഞാൻ ശരിക്കും ഒരു ടവലെടുത്ത് എൻ്റെ കണ്ണീന്ന് വെള്ളം വിഴന്ത് പിടിച്ച് ഇങ്ങനെ തുടയ്ക്കുകയാണ്. അങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്താ മാതാവ് ഇങ്ങനെ കണ്ണീന്ന് വെള്ളം വരുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വേറൊരു സഹോദരി ഈ ജീവിതത്തിലത്തെ ഒരു വിഷമം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മകളും കരയാണ് ഇരുന്ന്. അപ്പോൾ ആള് വിഷമത്തിൽ കരയണു, ഞാൻ നീരുവീഴ്ചപ്പനിയിൽ കണ്ണീന്ന് വെള്ളം വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 പേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അമ്മ മാതാവ് പറഞ്ഞു, മോളെ, ഇന്ന് അവളുടെ ജീവിതത്തിലുണ്ടായ വിഷമം ഞങ്ങൾ അറിഞ്ഞു കൊടുത്തതാ. കാരണം ഇന്ന് നിനക്കും ഈ പനിയും നീരുവീഴ്ച ഞാൻ അറിഞ്ഞു തന്നതാ. കാരണം എൻ്റെ മഞ്ചയുടെ അരികെ ഇരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് പറഞ്ഞല്ലേ നീ നിൻ്റെ കൂട്ടുകാരികളെ വിളിച്ചത്. അപ്പോൾ അമ്മയുടെ മഞ്ചത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പെൺമക്കൾ കരഞ്ഞുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് എന്ന് ഞാൻ ആ സമയത്ത് ആ സഹോദരിയോടും എല്ലാവരോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാണ് കാര്യം,
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുടെ പിന്നിലും കർത്താവിന് ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി നന്മയ്ക്കാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു, അവൾക്ക് ഇന്ന് കിട്ടിയ വേദന പാപികളുടെ മനസ്സാന്തരത്തിനായിട്ടും നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും എൻ്റെ മഞ്ചയുടെ അടുത്ത് നിന്ന് കാഴ്ചവെക്കട്ടെ. നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ വെള്ളം നിനക്കതുകൊണ്ട് അസ്വസ്ഥതയുണ്ടല്ലോ, ഭയങ്കര വേദനയും അസ്വസ്ഥതയാണ് ഈ പനി വരുമ്പോൾ. അപ്പോൾ അത് പാപികളുടെ മനസ്സാന്തരത്തിൽ നീയും കാഴ്ചവെക്കും. എന്നിട്ട് അമ്മയുടെ മഞ്ചയുടെ അരികെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പെൺമക്കളാണ് നിങ്ങളെന്ന് ഓർത്തോ. ഞങ്ങൾക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥന 3 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ദർശനം കണ്ണിൽ നിന്ന് പോകുന്നില്ല. സാധാരണ ദർശനങ്ങളൊക്കെ ഒരു സെക്കൻഡ് 1 മിനിറ്റൊക്കെ നിന്ന് പോകും. ഈ ദർശനം പോകുന്നില്ല. അമ്മ ഈ മൊബൈൽ മോർച്ചറിയുടെ ഉള്ളിൽ കിടക്കന്നെയാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ പ്രാർത്ഥന അവസാനിപ്പിക്കണ്ടേ, എന്താ ഈ ദർശനം മാറിപ്പോകാത്ത? അപ്പോൾ മാതാവ് പറഞ്ഞു, മാത്രമല്ല ഞാൻ പറഞ്ഞത് വരുന്നവർക്ക് ഇതിനുള്ള എന്തെങ്കിലും ഒരു അടയാളം കൂടി വേണം, എന്നാലല്ലേ അവർക്കും വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവസാനം വന്നൊരു സഹോദരി എന്നോട് പിന്നെ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ വന്നിട്ട് ഭയങ്കര വിയർത്തിട്ടാണ് ഞാൻ വന്നത്, എന്തൊരു ചൂടാ പുറത്ത്. പക്ഷെ ഇവിടെ കയറിയ വശം എനിക്ക് AC-ലിരിക്കുന്ന പോലെ ഭയങ്കര തണുപ്പ്. ഇതെന്താണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഇവിടെ കിടക്കുന്നുണ്ട് മഞ്ചയിൽ, അതിൻ്റെ തണുപ്പായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കുക. അപ്പം ഞാൻ 3 മണി കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കണ്ട, അമ്മ മാതാവ് ഈ ദർശനം എന്താ കണ്ണീന്ന് മാറിപ്പോകാത്ത എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നിന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതോട് കൂടെ ഈ മഞ്ചൽ, അതായത് ഈ ശവമഞ്ചം നിന്റെ ഹൃദയത്തിലായിരിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, ഇനി ആത്മാവിൽ എൻ്റെ മഞ്ചയ്ക്കരികെ ഇരുന്ന് ഈ 3 ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അഗ്രതയിലെ മേരിയോട് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി അമ്മ മരിക്കുന്ന സമയത്ത് ജെറുസലേമിലുണ്ടായ അത്ഭുതങ്ങൾ ഞാൻ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ പുത്രൻ എടുത്തുകൊണ്ട് പോയി ആ നിമിഷം, ഞാൻ എൻ്റെ പുത്രനെ സ്വർഗത്തിൽ കാണുന്ന എൻ്റെ ആത്മാവ് കാണുന്ന നിമിഷം ഞാൻ കണ്ടു ഭൂമിയിൽ 3 പേര് മരിച്ചു. അവർ മനസ്താപേണ്ട മരിച്ചേക്കണേ. അപ്പോൾ ഉടനടി അമ്മ ചോദിച്ച വരം ഇവർക്ക് വീണ്ടും ജീവൻ കൊടുക്കണം, എന്നിട്ട് അവരെ അനുദപിച്ചിട്ട് മരിക്കണം. അങ്ങനെ സംഭവിച്ചു. ജെറുസലേമിൽ അന്ന് അമ്മ മരിച്ച ഉടനെ കുറേ പേര് മരിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ ഈ 3 പേർക്ക് അത്ഭുതം നടന്നുള്ളൂ. ഈ 3 പേര് മരിച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവൻ വന്നു എന്നത്. എന്നിട്ട് അവർ പിന്നെ മനസ്താപപ്പെട്ടിട്ടാണ് മരിച്ചതെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയ്ക്കായിട്ട് പിതാവിനായിട്ട് മക്കളെ പ്രസവിച്ചുകൊണ്ടിരിക്കുക, ആത്മീയമായിട്ട് പ്രസവിച്ചുകൊണ്ടിരിക്കുക, മക്കളെ നേടിയെടുക്കുകയാണ്, അവരുടെ ആത്മാവ് നഷ്ടമാകാതെ ദൈവത്തിലേക്ക് എത്തിക്കാൻ. അപ്പം അമ്മ മരിച്ചപ്പോൾ ആദ്യം ചോദിച്ച വരം എനിക്ക് ആത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള വരാണ്. അത് അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന ആത്മാവ് ഈശോനെ കണ്ട ആ നിമിഷം തന്നെ അമ്മ പറഞ്ഞു, ദേ അവിടെ അനുദപിക്കാതെ മരിക്കുന്നു, എനിക്ക് അവരെ രക്ഷപ്പെടുത്തണം മോനെ അപ്പം തന്നെ കൊടുത്ത വരാ. അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ അങ്ങനെ എൻ്റെ പുത്രൻ്റെ അടുത്ത ആത്മാവ് എത്തിയിരിക്കുക. ഇനി 3 ദിവസം കഴിഞ്ഞ് എൻ്റെ ശരീരം കൊണ്ടുപോകാൻ പുത്രൻ അതുപോലെ സ്വർഗവാസികൾ എല്ലാവരും വരും. അതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ശവമഞ്ചം ഉണ്ടായിരിക്കട്ടെ. നീ എപ്പോഴും ഈ ദിവസങ്ങൾ ആത്മാവിൽ നിൻ്റെ അമ്മയുടെ മഞ്ചയുടെ അടുത്താണ് എന്ന് മനസ്സിലെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അമ്മയുടെ അടുത്തിരുന്ന് അമ്മ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ആത്മാക്കളെ നേടാൻ. അപ്പം നീയും ആത്മാക്കൾ അനുദപിച്ച് പാപികൾ മാനസാന്തരപ്പെട്ട് പിതാവിലേക്ക് എത്താൻ വേണ്ടി സഹനങ്ങളും പ്രാർത്ഥനകളും പരിഹാരവും ചെയ്യണം. പ്രാർത്ഥന, പരിഹാരം, അനുതാപം. നമ്മൾ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യുമ്പോൾ പാപികൾക്ക് അനുതാപം വരും. ഇനി ഈ പാപി രക്ഷപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കേണ്ട, നമ്മളീ പറഞ്ഞത് ചെയ്താൽ മതി. അവസാന വിജയം പരിശുദ്ധ അമ്മയാണ് ഈശോയിലൂടെ നമുക്ക് വാങ്ങിത്തരിക. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിച്ച ഉടനടി ആ മൊബൈൽ ശവമഞ്ചം ഒരു ചെറിയ തീപ്പെട്ടി പോലെയായി. ആ മഞ്ചൽ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലിപ്പോൾ അമ്മ മഞ്ചയിൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നീ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നിനക്ക് വന്നു ഭവിക്കുക. വിശ്വാസമാണ് പ്രധാനം. അപ്പോൾ
ഞാനിപ്പോൾ വിചാരിച്ചു എൻ്റെ അമ്മയുടെ മഞ്ച എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നാളെ സ്വർഗാരോപണ ദിനമാകുമ്പോൾ ഇന്നലെ അമ്മ മരിച്ചു, ഇന്നും കഴിഞ്ഞ് നാളെ 3-ാം ദിവസം അമ്മയുടെ ബോഡി കൊണ്ടുപോകാൻ സ്വർഗം ഇറങ്ങി വരും. അതുവരെ നിങ്ങളും നിങ്ങളുടെയൊക്കെ മനസ്സിൽ, ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ മഞ്ചയിൽ കിടക്കുക. കുറേ റോസാപുഷ്പങ്ങളുണ്ട് അമ്മയുടെ മഞ്ചയിൽ. അത് നമ്മൾ ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാണ്. പ്രിയ സഹോദരങ്ങളെ, അമ്മയുടെ മഞ്ചയിലിരുന്ന് കരയാൻ ഔസേപ്പിതാവാണ് എനിക്ക് കണ്ണുനീര് തന്നത്. ഞാൻ ഔസേപ്പിതാവിൻ്റെ വേലുപ്പാടത്ത് പോയപ്പോഴാണ് എനിക്ക് ഈ അസുഖം കിട്ടിയത്. അതുവഴിയാണ് എനിക്ക് കണ്ണുനീരുണ്ടാകുന്നത്. അങ്ങനെ അമ്മയുടെ മഞ്ചത്തിലരികെ കരയാൻ, യഥാർത്ഥമായിട്ടുള്ള മക്കളുടെ കരച്ചിലുണ്ടാകാൻ ഔസേപ്പിതാവ് ഇടപെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നീരുവീഴ്ചയും പനിയാണെങ്കിൽ അത് ഒരു 7 ദിവസം കൊണ്ട് മാറും. അങ്ങനെയാണല്ലോ പണ്ട് അമ്മമാർ പറയുക. മരുന്ന് കഴിച്ചാൽ 7 ദിവസം, മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച. അതിൻ്റെ അർത്ഥം ഒരു 7 ദിവസം ഈ ചിറ്റിക്കളി ഉണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിൻ്റെ അനുഭവങ്ങൾ നീ പങ്കുവെക്കണം, അതിനല്ലേ നിനക്ക് ഞാൻ ഈ അനുഭവങ്ങൾ തരുന്നത്. അപ്പം ഞാൻ കൂട്ടായ്മയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളെല്ലാവരും ധ്യാനിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധ അമ്മയുടെ മഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ മഞ്ചയുടെ അടുത്ത് ഇരിക്കുന്നത് പിതാ, പുത്ര, പവിത്രാത്മനാണ് വരാൻ പോകുന്നത്. അവർ വന്ന് കൊണ്ടുപോകും നാളെ അമ്മയുടെ ബോഡി. അതുവരെ നമുക്ക് വചനത്തിൻ്റെ പുഷ്പങ്ങൾ അമ്മയുടെ മഞ്ചലേക്ക് ഇട്ടുകൊടുക്കാം. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി എന്നുള്ള ആ പ്രാർത്ഥന നമുക്ക്, ആ വചനം നമുക്ക് ഏറ്റു പറഞ്ഞിട്ട് അമ്മയുടെ മഞ്ചയിൽ ഇട്ട് കൊടുക്കാം. ഇന്നൊരു ദിവസം നമ്മൾ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈശോനെ ധ്യാനിച്ചിരിക്കുമല്ലോ. അമ്മ ഈശോയുടെ പോലെ തന്നെയാണ് മരിച്ചത്. ഈശോയുടെ എല്ലാ പ്രൊസീജിയറിൽ കൂടെ അമ്മയും കടന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അമ്മ അതുകൊണ്ടാണ് മരണം എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇന്ന് അമ്മയുടെ മഞ്ചൽ, അമ്മയുടെ മഞ്ച മനസ്സിൽ കാണാം. അങ്ങനെ അമ്മയുടെ അടുത്ത് മക്കൾ ഇരുന്ന് പാപികളുടെ അനുതാപം കിട്ടാൻ, മാനസാന്തരം കിട്ടാൻ നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് ഇന്ന് ദിവസം മുഴുവൻ പ്രാർത്ഥിക്കും. അഗ്രതയിലെ മേരിക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഞാൻ മറ്റൊരു ഓഡിയോ ആയിട്ട് ഇടാം. ഇന്ന് വേറൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട്. അത് ഞാൻ ഓഡിയോയിൽ മെസ്സേജായിട്ട് അയക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം നമുക്കുണ്ടാകും. കാരണം ഇന്നലെ അമ്മ പറഞ്ഞു, നീ ഇത്രമാത്രം എനിക്ക് എൻ്റെ മരണം ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ മരണസമയത്ത് നിങ്ങൾ 3 നിയോഗങ്ങൾ ചോദിച്ചു. ഞങ്ങൾ വന്നവരൊക്കെ ഡയറിയിൽ എഴുതി വെച്ചു 3 നിയോഗങ്ങൾ അവരുടെ. ആ സമയത്ത് അമ്മയുടെ ആത്മാവ് ഈശോനെ കണ്ടുമുട്ടിയ സമയം ഞാൻ പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് ഈ 3 നിയോഗങ്ങൾ സാധിച്ചു തരണമെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ നിയോഗങ്ങൾ സാധിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.